ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി 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 നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്നർ വോയിസ്. അണ്ടർസ്റ്റാൻഡിങ്. ലേസിനെസ്. കംപ്ലീഷൻ. പൊളിറ്റിക്സ്. ഓർഡിനറിനെസ്. ഗൈഡൻസ്. ദ റിബൽ. പോസിബിലിറ്റീസ്. കോൺഷ്യസ്നെസ്. റൈപ്പ്നെസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. കണ്ടോ ഇവിടെ? ഓരോ കാർഡ്സ് കൂടെ എടുക്കാവേ. സിക്സ് ഓഫ് കപ്സ്. Seven of Swords, the Magician, Strength, Food. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 7 of Wands ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഇന്നർ വോയിസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇന്നർ വോയിസ് എന്ന് പറയുമ്പോഴെന്താണ്, ഇവിടെ പലർക്കും ഉൾവിളികൾ ഉണ്ടാവുന്നുണ്ട്. ഇത് ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണും. തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ, അതുവഴി ചിലപ്പോൾ ഇന്നർ വോയിസ് ഉള്ളിൽ നിന്നുമുള്ള ആൻസർ കിട്ടുന്നുണ്ട്. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് ചിലപ്പോൾ ഉള്ളിൽ നിന്ന് എന്തോ ആരോ ശബ്ദിക്കുന്നത് പോലെ, ആരോ മന്ത്രിക്കുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അവിടെ നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടും. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തിയും ബുദ്ധിയും ഒക്കെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുമായിട്ടും തുറന്ന് സംസാരിക്കാത്ത ഒരു പ്രകൃതം, അതുപോലെ പല കാര്യങ്ങൾ മനസ്സിലാക്കാനും നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക, മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുക, മറ്റുള്ളവരെ നല്ല വഴിയിലേക്ക് നയിക്കുക, അതിനൊക്കെയുള്ള ഒരു കാര്യങ്ങൾ, അതിനൊക്കെയുള്ള ഒരു അവസരങ്ങൾ, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് ഞാൻ പറഞ്ഞല്ലേ, കണ്ടില്ലേ? മറ്റുള്ളവരെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാകുമ്പോൾ നിങ്ങളെ കാണാനായിട്ടും ആൾക്കാർ വരും, അല്ലേ? എപ്പോഴും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കും. ആ പോസിറ്റിവിറ്റി ഉള്ളിടത്തേക്കാണ് മറ്റുള്ളവർ ആകർഷിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ നിങ്ങളെ കാണാൻ വരും, നിങ്ങളോട് ഗൈഡൻസ് വാങ്ങിക്കാൻ വരും, നിങ്ങളോട് ഏത് കാര്യത്തിനും നിങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ വരുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്.
ഉണ്ട്. ഒരു കാര്യങ്ങളിലും ലെസ്നെസ്സാണ് വന്നിരിക്കുന്നത്. ചിലരൊക്കെ ആണെങ്കിൽ എന്തിനും മടി പിടിച്ചിരിക്കുന്ന അവസ്ഥകളുണ്ട്. പലർക്കും പല കാര്യങ്ങളിലും ഇവിടെ മടി പിടിച്ചിരിക്കുക ഒരു സ്വഭാവം. ചിലപ്പോഴൊക്കെ വെറുതെ മുറിക്കുള്ളിൽ ചുരുണ്ടുകൂടി കിടന്ന് ഫോണിൽ നോക്കിയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യത്തില്ല, ഹാർഡ് വർക്ക് ചെയ്യില്ല. ആഗ്രഹിച്ച കാര്യങ്ങൾ പിന്നെ എന്നിട്ട് പറയാം എനിക്കൊന്നും കിട്ടുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്യില്ല, ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ഒരു വർക്കും ചെയ്യുന്നില്ല, സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നില്ല, മെഡിറ്റേഷൻ ചെയ്യാൻ മടി. അങ്ങനെയൊക്കെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ എന്താണ് ലഭിക്കുന്നത്? തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നതൊന്നും ലഭിക്കണമെന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മടി കളയുക. ലേസിനെസ് ഉണ്ടോ? ലേസി ആവാതെ ഇരിക്കൂ. അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക. അതാണ് ഇവിടെ വേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തല്ല എങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള മൈൻഡോടുകൂടി നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ആക്ഷൻ എടുക്കാൻ തുടങ്ങുമ്പോൾ, ആക്ഷൻ എടുക്കണം, ആക്ടിവിറ്റി വേണം. ഏത് കാര്യത്തിലും നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുക. അങ്ങനെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നത്. തീർച്ചയായിട്ടും ഈ മടിയെ ഉപേക്ഷിക്കുക. മടി ഉള്ളവർക്ക് ഒന്നും ജീവിതത്തിൽ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ മടിയെ ഉപേക്ഷിക്കുക. അപ്പോൾ കംപ്ലീഷനാണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ മടിയെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കിവിടെ കംപ്ലീഷൻ ലഭിക്കും. കംപ്ലീഷൻ ലഭിക്കണമെങ്കിൽ എന്താണ് ഇവിടെ എന്തെങ്കിലും ഒന്നുകൂടെ ഇവിടെ തീർച്ചയായിട്ടും ഒന്നിൻ്റെ അല്പം ഒരു കുറവുണ്ട് കംപ്ലീറ്റ് ആവാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് പുറപ്പെടുക. ആ ഒരു പുറപ്പെടുക എന്ന് പറയുമ്പോഴെന്താണ്? പ്രവൃത്തിയിലേർപ്പെടുക. പ്രവൃത്തികളിലൂടെയാണ് നിങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ തീർച്ചയായിട്ടും എന്തോ ഒന്നിനു വേണ്ടി കൂടി നിങ്ങളിവിടെ അന്വേഷിക്കുകയാണ്. ഇവിടെ അടുത്തതായിട്ട് പൊളിറ്റിക്സാണ് വന്നിരിക്കുന്നത്. ഇവിടെ മുഖം മൂടി വെച്ച് ധരിച്ച് നടക്കുകയാണ്. കാരണം ഇവിടെ എന്താണ്? മറ്റുള്ളവരോട് മുഖം മൂടി വെക്കണം. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ, എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ എന്താണ്? മുഖം മൂടി വെക്കണം, കള്ളം പറയണം, അല്ലാതെ നടക്കില്ല. അപ്പോൾ കള്ളം പറഞ്ഞ് ഒരു കാര്യങ്ങൾ സാധിക്കാൻ പോകരുത്. മുഖംമൂടി മാറ്റി വയ്ക്കൂ. നിങ്ങളിലേക്ക് ഐശ്വര്യം തന്നെ വരും. മുഖംമൂടി ഉള്ളിടത്ത് എന്താണ്? ഐശ്വര്യം വരത്തില്ല. ആ മുഖംമൂടിയിലേക്ക് ദൈവികമായ പ്രകാശം വന്നു ചേരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഖംമൂടി മാറ്റിയിട്ട് സംസാരിക്കൂ. തീർച്ചയായിട്ടും നിഷ്കളങ്കമായി സംസാരിക്കുന്നവരെ ദൈവത്തിന് കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിച്ച് വരണമെങ്കിൽ പോസിറ്റീവായിട്ടും നിഷ്കളങ്കമായിട്ടും കളങ്കമില്ലാതെയും ഒക്കെ സംസാരിക്കുന്നവരോടാണ് കൂടുതൽ മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടു വരുന്നതും മറ്റുള്ളവർ ആകർഷിച്ചു വരുന്നതും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഓർഡിനറിനെസ്, നിങ്ങളിപ്പോൾ സാധാരണ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അപരിചിതത്വം ഉണ്ടായിരിക്കാം. ഏത് കാര്യത്തിലായാലും ഇവിടെ കണ്ടില്ല, ഇവിടെ ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ആൾക്കാരാണ്. നിങ്ങളിലൊരു വിപ്ലവകാരി ഉണ്ട്. ആ വിപ്ലവകാരിയെ ഉണർത്തണം. ആ ഒരു വിപ്ലവകാര്യം നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ നിങ്ങൾ ഉണർത്തണം. നിങ്ങളൊരു നല്ല യോദ്ധാവാകണം, നല്ലൊരു പോരാളിയാവണം നിങ്ങളുടെ ലൈഫിൽ. എനിക്ക് പോരാടി എനിക്ക് വിജയം നേടിയെടുക്കണം. അങ്ങനെയുള്ള ഒരു പ്രോമിസ് വേണം നിങ്ങൾക്ക്. നിങ്ങളെ തന്നെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അലസത എപ്പോഴെങ്കിലും ഉള്ളിൽ പിടികൂടിയിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കണം, വേണ്ട, ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാര്യവും സാധിക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ. ഞാൻ സത്യസന്ധമായി എനിക്ക് മുന്നോട്ട് പോയി എങ്കിൽ മാത്രമേ എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മടിപിടിച്ചിരിക്കാതെ മുന്നോട്ട് വരൂ. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വിപ്ലവകാരിയെ ഉണർത്തിയെടുക്കുക. എല്ലാവരുടെയും ഉള്ളിലൊരു വിപ്ലവകാരിയുണ്ട് അല്ലേ? നിങ്ങൾക്ക് ആരോടെങ്കിലും ചിലപ്പോൾ വൈരാഗ്യം വരുമ്പോഴാവും ഒരു വാശി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വാശി വരും. അതെന്തുകൊണ്ടാണ്? ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ആ ഒരു വാശി എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പോസിബിലിറ്റീസ് ധാരാളം. അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് അവസരങ്ങൾ വന്നു ചേരും, സാധ്യതകൾ ഉണ്ടാവും പല കാര്യങ്ങളുടെ വിജയത്തിന് വേണ്ടിയും. കോൺഷ്യസ്നെസ് വരെ നിങ്ങൾക്ക് അവബോധമുണ്ടാകും. തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന വിപ്ലവകാരിയും നിങ്ങൾ ഉണർത്തിയെടുത്താൽ തന്നെയും എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് വിജയം മുന്നോട്ട് വരാൻ പറ്റും. നിങ്ങൾക്ക് അവബോധമുണ്ടാകുന്ന പല സാഹചര്യങ്ങളും വന്നു ചേരും. പ്രവർത്തിക്കാൻ തുടങ്ങൂ എന്നാണ് ഇവിടെ പറയുന്നത്. സാഹചര്യങ്ങൾ വരും. ഇവിടെ നിങ്ങൾ വെറുതെ ഇരുന്ന് മടിപിടിച്ചിരുന്നിട്ട് ഒരു സാഹചര്യവും വരുന്നില്ല, ഒന്നും എന്നിലേക്ക് വന്നു ചേരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളിലേക്ക് വരുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഉണരൂ, പ്രവർത്തിക്കൂ. നിങ്ങളിലുള്ള പോരാളിയെ നിങ്ങൾ ഉണർത്തിയെടുക്കൂ. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത്. അതിനോട് നിങ്ങൾ പോരാടി നിങ്ങൾക്ക് ഫൈറ്റ്
ഫൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതുവഴി നിങ്ങൾക്ക് അറിവും അവബോധവും എല്ലാം ഉണ്ടാവുന്നതാണ്. സാധ്യതകൾ നിങ്ങളുടെ മുൻപിലേക്ക് വരും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ 6 ഓഫ് കപ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ പറയുന്നത് എന്താണ്? റീയൂണിയനാണ് സംഭവിക്കുന്നത്. പഴയ സുഹൃത്തുക്കളൊക്കെ നിങ്ങളോട് ഒത്തുചേരും. കണ്ടില്ലേ? ഇവിടെ ഇതിനായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ എന്താണ്? പഴയ സുഹൃത്തുക്കൾ, പോയിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. മനസ്സിലായില്ലേ? ഇവിടെ 8 എന്നുള്ള നമ്പർ ഇവിടെ 2 വന്നിട്ടുണ്ട്. കണ്ടില്ലേ? 8 സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 8 വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി പവർ ലഭിച്ചിരിക്കുന്നു, സ്ട്രെങ്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പിണങ്ങിപ്പോയ സുഹൃത്തുക്കളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എനർജിയാണ്. ഗിഫ്റ്റുകൾ കൈമാറാം. അപ്പോൾ ഒരുപാട് ശത്രുതയായിട്ട് ഇരിക്കുന്നവർ പലരും ഒത്തുചേരുന്ന ഇവിടെ ഒരു ലവേഴ്സ് തമ്മിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് നോ കോണ്ടാക്റ്റ് അവസ്ഥയിലിരിക്കുന്ന ഉറ്റ സ്നേഹിതർ പോലും അവർ ഒത്തുചേരുന്ന ഒരു എനർജി വരുന്നുണ്ട്. വീണ്ടും അവർ നല്ല സ്നേഹത്തോടു കൂടി പഴയതിനേക്കാളും സ്നേഹം പുതുക്കിയിട്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങൾ വീണ്ടും നല്ല ഒരു ലൈഫിലേക്ക് നിഷ്കളങ്കമായ സ്നേഹത്തോടു കൂടി വീണ്ടും മുന്നോട്ട് പോകുന്ന എനർജി ഇവിടെയുണ്ട്. ഇവിടെ നിങ്ങളിലേക്ക് പലർക്കും ചീറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. ചീറ്റിംഗ് എനർജിയാണ് ഇവിടെ 7 ഓഫ് സോർഡ്സ് പറയുന്നത്. അത് വളരെയധികം നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളോടൊപ്പം നടന്ന് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ചോർത്തിയെടുത്തുകൊണ്ട് മറ്റുള്ളവരോട് പറയുന്ന എനർജിയുണ്ട്. അഥവാ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും സാമ്പത്തികമൊക്കെ കൂടെ നടന്ന് വാങ്ങിച്ചിട്ട് തരാതിരിക്കുന്ന അവസ്ഥയുണ്ട്. അല്ല എങ്കിൽ നിങ്ങളോട് കള്ളം പറഞ്ഞ് എന്തെങ്കിലും സാധിക്കാൻ വരുന്നവരുടെ എനർജിയുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കുക. അടുത്തായിട്ട് മജീഷ്യൻ്റെ എനർജിയാണ്. മജീഷ്യൻ്റെ കണ്ടില്ലേ ഇവിടെ ഇൻഫിനിറ്റി സിമ്പൽ. ഇൻഫിനിറ്റി സിമ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അനന്തമായ ദൈവവിശ്വാസം, ദൈവസ്നേഹം. അനന്തമായ ദൈവസ്നേഹമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതായത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ മജീഷ്യൻ എന്താണ്? ഇവിടെ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും. ഇവിടെ മടി പിടിച്ച് കിടക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. അതാണ് ഇവിടെ കഠിനാധ്വാനം ചെയ്യൂ, ഹാർഡ് വർക്ക് ചെയ്യൂ. ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. പുതിയൊരു ലൈഫിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു പുതിയ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? ഏത് കാര്യത്തിനായാലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും എന്നാണ് ഇവിടെ മജീഷ്യൻ പറയുന്നത്. സ്വയം കഴിവുകളുണ്ട്. ഞാനിവിടെ പറഞ്ഞല്ലോ, പലർക്കും സ്വയം കഴിവുകളുണ്ട്. ആ കഴിവിനെ ഉണർത്തിയെടുത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, ദൈവത്തിൽ വിശ്വസിക്കുക. അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിങ്ങൾക്കും വിജയം നേടാൻ സാധിക്കും, വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ 8 എന്നുള്ള നമ്പറാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ശനീശ്വരൻ്റെ. ഇവിടെയും അത് തന്നെയാണ് 8 കണ്ടില്ലേ? ഇവിടെ അനന്തതയുടെ സിമ്പലാണ് 8 എന്നുള്ള സിമ്പൽ. അനന്തമായ ദൈവവിശ്വാസം, ദൃഢമായ നിശ്ചയത്തോടുകൂടി കണ്ടില്ലേ ഇവിടെ. അപ്പോൾ ഇത് ദൈവാനുഗ്രഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുക തന്നെ വേണം. എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ. ദൃഢനിശ്ചയം, അതുപോലെ മറ്റുള്ളവരോട് സ്നേഹം. ഇവിടെ ഓടിപ്പോകുന്ന സിംഹത്തെ പോലും പിടിച്ച് തൻ്റെ അടുത്ത് കൊണ്ടുവരാനുള്ള ഒരു ധൈര്യം ആണിത്. അതെങ്ങനെ സാധിക്കുന്നു? അതെന്തുകൊണ്ടാണ്? ദൃഢനിശ്ചയം. ഞാൻ ചെയ്യുന്ന വർക്കിൽ എനിക്ക് വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. മനസ്സിലായില്ല? ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു. അപ്പോൾ സ്നേഹം കൊടുത്തു. സ്നേഹം വേണം. ഇവിടെ സ്നേഹമില്ലാതെ ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. സ്നേഹത്തിനൊരു നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണുള്ളത്. അപ്പോൾ ഈ ഒരു സ്നേഹത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും അതുപോലെ തന്നെ വിശ്വാസം വേണം. ആ വിശ്വാസത്തിലൂടെയും ആത്മധൈര്യത്തിലൂടെയും ആത്മാവിന് ബലം കൊടുക്കുക, ആത്മധൈര്യം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത് കൈവരുന്നത്. ഈ ഒരു സ്ട്രെങ്തിലൂടെയാണ് നിങ്ങൾക്ക് വിചാരിച്ച കാര്യം സാധിച്ചെടുക്കാൻ പറ്റുന്നത്. ഇവിടെ പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ഇവിടെയും വരുന്നുണ്ട്. കണ്ടില്ലേ? ഇവിടെയും നിങ്ങൾക്ക് പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ഒക്കെ വരുന്നുണ്ട്. അടുത്തതായിട്ട് ദ ഫൂളാണ് വന്നിരിക്കുന്നത്. പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ പുതിയൊരു തുടക്കം ഇവിടെ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ കണ്ടില്ലേ? ഇവിടെ എന്താണ്? 7 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ സൺ എനർജി വന്നിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് സൺ എനർജി, ചാരിയറ്റ് എനർജി ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇവിടെ. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്സും വിക്ടറിയും ഒക്കെ വരാനുള്ള സാധ്യതയാണ്. ഇവിടെ ലൈഫ് പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട്.
നിഷ്കളങ്കമായി എല്ലാം ഒരു ദിവസം അങ്ങനെ ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ദിവസം നല്ല ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി വല്ലാണ്ട് സന്തോഷം അനുഭവിക്കുന്ന ഒരവസ്ഥ വന്നിട്ട് യൂണിവേഴ്സിനെ വിശ്വസിച്ചിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരവസ്ഥയാണിത്. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ ജീവിതത്തിനൊരു പുതിയ തുടക്കം വന്നു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം ഇനി യൂണിവേഴ്സ് നോക്കിക്കൊള്ളും. അതല്ലേ ഞാനിവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്കിനി എല്ലാം യൂണിവേഴ്സ് നോക്കിക്കൊള്ളും. യൂണിവേഴ്സിൽ എല്ലാം അർപ്പിച്ചിട്ടുണ്ട്. വെറുതെ ഇരുന്ന് യൂണിവേഴ്സിനെ അർപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുവേണ്ടിയുള്ള പരിശ്രമം കൂടെ നടത്തണം. എന്നാൽ മാത്രമേ, ഞാൻ പറഞ്ഞില്ലേ, ഫെയ്ത്ത് വേണം, വിശ്വാസം വേണം ദൈവത്തിലും ചെയ്യുന്ന പ്രവൃത്തിയിലും. അപ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള തുടക്കങ്ങൾ വരുന്നത്, ഇങ്ങനെയുള്ള വിജയമുണ്ടാകുന്നത് ജീവിതത്തിൽ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണ സർക്കിൾ നോക്കാം നമുക്ക്. ലോയ ഓഫ് കർമ്മയാണ് ഇവിടെ. ലോയ ഓഫ് കർമ്മയാണ്. പേ ഫോർ യുവർ ഡീഡ്സ്. കണ്ടല്ലേ, ഇവിടെ നിങ്ങൾ വിതയ്ക്കുന്നത് എന്താണോ അതേ നിങ്ങൾക്ക് കൊയ്യാൻ പറ്റും. നിങ്ങളുടെ കർമ്മയ്ക്ക് നല്ല ഒരു ഫലം തരും. കർമ്മഫലം എന്ന് പറയുന്ന ഒന്നുണ്ട്. കർമ്മ ഈസ് റിയലാണ്, അത് ഫേക്കല്ല, ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിൽ ഒരുപാട് പേർക്കും വിശ്വാസമാണ്. ജന്മത്തിൽ നിങ്ങൾ ചെയ്ത പാസ്റ്റ് കർമ്മയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫലം തരുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ വിഷമകരമായ അവസ്ഥകൾ നിങ്ങൾ നേരിടുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ ഒരുപാട് പരാജയം വരുന്നത്. ഒരുപാട് പേർ കരഞ്ഞു പ്രാർത്ഥിക്കും, അല്ലേ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ വന്നത് എന്ന്, എന്തുകൊണ്ടാണത് വന്നത് എന്ന് സ്വന്തം ഉള്ളിൽ ചോദിക്കൂ. സ്വന്തം ഹൃദയത്തോട് ചോദിക്കൂ, സ്വന്തം മനസ്സിനോട് ചോദിക്കൂ, എനിക്ക് മാത്രം എന്താണിത് വന്നത്? നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ, അവിടെയുണ്ട് അതിൻ്റെ ആൻസർ. മനസ്സിലായില്ല? നിങ്ങൾ ബോഡി, മൈൻഡ്, ബോഡി, സ്പിരിറ്റ് എന്ന് പറയുന്ന മൂന്നിനെ നിങ്ങൾ അവഗണിക്കരുത്. നിങ്ങൾ ഒന്നിനെ അവഗണിച്ച് മറ്റ് രണ്ടിനെ നോക്കാൻ പാടില്ല. മൂന്നിനെ നിങ്ങൾ പരസ്പരം കണക്റ്റാക്കി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മൂന്നിലും ശ്രദ്ധ പുലർത്തി വേണം മുന്നോട്ട് പോകാൻ. ഒന്നിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അല്ല ബോഡിയുടെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് വയ്ക്കരുത്. അവിടെ അപ്പോൾ മൈൻഡുണ്ട്, സ്പിരിറ്റുണ്ട്, അതിൻ്റെയും കൂടെ തൃപ്തിക്കായിട്ട് വേണം ചെയ്യാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നിൻ്റെ തൃപ്തിക്ക് വേണ്ടി മറ്റുള്ളതിനെ അവഗണിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രമാണ്. ഞാൻ പറയാറുണ്ടല്ലോ, മൈൻഡോ അവിടെ പൂജാരിയാണ്, സ്പിരിറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ബിംബമാണ്. അപ്പോൾ ഇതിന് വേണ്ടതെല്ലാം എന്താണ്? ഈ മൂന്ന് പ്രവർത്തികളും കൂടെ, മൈൻഡും ബോഡി സ്പിരിറ്റും കൂടെ ചേർന്നതാണ് ഓരോ ശരീരവും, ഓരോ ആൾക്കാരും. അപ്പോൾ അത് കൂടുതലായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. സന്തോഷം, മനസ്സിന് സന്തോഷം വരുമ്പോൾ എന്താണ്? അവിടെ ആ ശരീരത്തിന് അത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സോളിന് സന്തോഷമുണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യുക. അല്ലാതെ ശരീരത്തിന് വേണ്ടി മാത്രം സന്തോഷം കണ്ടെത്തി മൈൻഡിനെയും സോളിനെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? ദ്രോഹിക്കാൻ പാടില്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ കർമ്മ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നല്ല പ്രവൃത്തികൾ ഇനിയെങ്കിലും ചെയ്തു തുടങ്ങൂ. ഇനിയും നിങ്ങൾക്ക് എന്താണ്? നല്ല ഫലം ലഭിക്കും. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്തൊരു ജന്മത്തിൽ. കർമ്മ ഒടുങ്ങണമെങ്കിൽ എന്താണ്? ഫൊർഗിവ്നെസ് വേണം, ഗ്രാറ്റിറ്റ്യൂഡ് വേണം, പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്തു തുടങ്ങണം. മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങണം, സ്പിരിച്വൽ വർക്ക് ചെയ്തു തുടങ്ങണം, ഒരുപാട് കരഞ്ഞ് കണ്ണുനീർ പോകണം. അപ്പോഴാണ് കുറേശ്ശെ നിങ്ങൾക്ക് വ്യത്യാസം വരുന്നത്, മാറ്റം വരാൻ തുടങ്ങും. ഇവിടെ പ്രസൻസ് ഓഫ് മൈൻഡാണ് പറയുന്നത്, തിങ്ക് ആൻഡ് ആക്ട് വൈസ്ലി. അതായത് ഇപ്പോഴത്തെ മൈൻഡിലിരിക്കുക, ചിന്തിക്കുക, ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക. അതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇന്നലത്തേത് പാസ്റ്റിനെ കണ്ടു, പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ സംഭവിച്ചു, അങ്ങനെ ആ ഒരു ദുഃഖത്തിലാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? മൈൻഡ് നെഗറ്റീവ് അടിച്ചിരിക്കും. ഈ നെഗറ്റീവായ മൈൻഡിലേക്ക് സന്തോഷം വരുമോ? ഇല്ല. അതുകൊണ്ട് പാസ്റ്റിനെ കളയുക, പ്രസൻറ്റ് മൈൻഡിലിരിക്കുക. ഇപ്പോഴത്തെ സന്തോഷമാണ് വലുത്. നാളെ എന്ത് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുക. ഇതാണ് നിങ്ങളുടെ ജീവിതം, ഇന്നാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് മൈൻഡിനെ, ബോഡിയെ, സ്പിരിറ്റിനെ ഒക്കെ അറിഞ്ഞുകൊണ്ട് സന്തോഷം ആസ്വദിക്കുക, സന്തോഷകരമായ പ്രവർത്തികൾ ചെയ്യുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഇതൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷം വരും, നല്ലൊരു ലൈഫിലേക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.